നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഹൊറർ സിനിമയിലെ ഭീതിപ്പെടുത്തുന്ന കഥ പോലെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ കൂട്ടക്കുരുതിയെക്കുറിച്ച് കേരളം കേട്ടത്. ലഹരിക്കടിമയായ സീരിയൽ കില്ലർ, 6 മണിക്കൂറിനിടെ 5 കൊലപാതകം. ലഹരിയുടെ മയക്കത്തിൽ നൊന്തുപറ്റ അമ്മയുടെ തല ചുറ്റിക കൊണ്ട് അടിച്ചു. പിന്നെ സ്വന്തം കാമുകിയും അനുജനും മുത്തശ്ശിയും ഉൾപ്പെടെ 5 പേരെ വകവരുത്തി. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിക്ക് പിന്നിലെ സത്യം തേടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊലപാതകം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. മുക്കന്നൂർ ജംഗ്ഷനിലൂടെ യുവതി കാൽനടയായി നീങ്ങുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ഇരുചക്ര വാഹനത്തിൽ പിന്നീട് പേരമലയിലെ വീട്ടിലെത്തിച്ചാണ് ക്രൂരമായി പ്രണയിനിയെ കൊലപ്പെടുത്തിയത്. കൂട്ടക്കൊലപാതകത്തിനിടെ പ്രതി അഫാൻ ബാറിലെത്തി മദ്യപിച്ചതായും സൂചനയുണ്ട്. 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബാറിലെത്തുകയും മദ്യവുമായി മടങ്ങിയ ശേഷം 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയെന്നുമാണ് കരുതുന്നത്. പ്രതിയെ വൈകാതെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ആക്രമണത്തിനിരയായ ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപ കടമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഷെമി ഡോക്ടർമാരോട് സംസാരിച്ചു. തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല, തലയൊട്ടിക്കും താടിയലിനും പൊട്ടലുണ്ട്. അതിനിടെ അന്വേഷണ സംഘം ഷെമിയുടെ മൊഴിയെടുക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, ചില നിർണായകമായിട്ട് കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി ഈ ഉമ്മ ഷെമിയുടേതായിരിക്കും. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുന്നുണ്ട്. സംസാരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടോ? പോലീസിന് മൊഴിയെടുക്കാവുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വിനോദ്, ടോം, കഴിഞ്ഞ ദിവസം തന്നെ ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇവരുടെ ആരോഗ്യാവസ്ഥ എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് രേഖപ്പെടുത്തി. അത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, നിയമ നടപടിയാണ്. അങ്ങനെയുള്ള നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 കൊലപാതകങ്ങളെക്കുറിച്ചും ഷെമി ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ ബോധം വരുമ്പോൾ തന്നെ ഇളയ മകനെ അന്വേഷിക്കുകയാണ്. തനിക്ക് പരിക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന ഒരു മൊഴിയാണ് നൽകിയത്. അതായത് ഈ പ്രതിയെ, മൂത്ത മകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അത് സാധാരണ അമ്മമാർ ഇങ്ങനെ വീടുകളിൽ സംഭവിക്കുമ്പോൾ, ഗാർഹികമായ പീഡനം നേരിടുമ്പോൾ മക്കൾ പിന്നീട് നിയമപരമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ പോലീസ് അവരെ പിടികൂടാതിരിക്കാനൊക്കെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു പ്രവണത, അത് ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ, പലരും അയൽവാസികളൊക്കെ മൊബൈലിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താറുണ്ട് മക്കൾ മർദ്ദിക്കുന്നത്. പക്ഷേ ഈ കാര്യം ചോദിച്ച് പിന്നീട് പോലീസോ മാധ്യമപ്രവർത്തകരോ എത്തുമ്പോൾ പോലും ഈ പലപ്പോഴും അമ്മമാർ മക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഷെമി ഇതുവരെ ഈ 5 മരണങ്ങളെക്കുറിച്ച്, തൻ്റെ ഇളയ മകൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസം ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. അവരുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർമാരുമായി അന്വേഷണ സംഘം സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെയായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. ഈ വിവരമെല്ലാം ഷെമിയെ അറിയിക്കേണ്ടതുണ്ട്. ഷെമിയുടെ ഭർത്തൃമാതാവും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ മൂത്ത മകൻ്റെ കാമുകിയും ഇളയ മകനും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു, അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോഴും ആ അമ്മ അറിഞ്ഞിട്ടില്ല. ഇനി അവർ അത് അറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അവരുടെ പ്രതികരണം നടത്തുക. ഏതായിരുന്നാലും ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു, മറ്റ് ചില കാര്യങ്ങൾ കൂടി, അതെല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ കൊലപാതകങ്ങളുടെ ഇടവേളകളിൽ
6 മണിക്കൂർ കൊണ്ടാണ് 5 പേരെ കൊലപ്പെടുത്തുന്നത്. ഈ സമയത്തിനുള്ളിൽ ഈ പ്രതി ബാറിൽ പോവുകയും മദ്യപിക്കുകയും അവിടെ നിന്ന് മദ്യം വാങ്ങി വീട്ടിലേക്ക് വരികയും ചെയ്തു എന്നതാണ്. 4 പേരുടെ തല അടിച്ച് തകർത്ത ശേഷം ഇതിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ആദ്യം അമ്മയെ വീട്ടിൽ ചുമരിൽ തലപിടിച്ചിടിക്കുന്നു, ഏതാണ്ട് 20 തവണയോളം തലയിൽ അടിക്കുന്നു. അതിനുശേഷം മരിച്ചു എന്ന ധാരണയിൽ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ അവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി അബ്ദുൾ ലത്തീഫ് എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് ഈ പ്രതി മദ്യപിക്കാൻ എത്തുന്നത്. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇയാൾ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അനുജനെ തന്ത്രപരമായി അവിടെ നിന്ന് മാറ്റുകയാണ്. കുഴിമന്തി വാങ്ങാൻ ഈ ഇളയ സഹോദരന് 13 വയസ്സുള്ള കുട്ടിയെ ഓട്ടോ ഏർപ്പാടാക്കി ആ വാഹനത്തിൽ കയറ്റി ഹോട്ടലിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം ഈ ഗ്യാപ്പിൽ, ഈ സമയത്തിൻ്റെ വ്യത്യാസത്തിനുള്ളിലാണ് കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് ബൈക്കുമായി പോയി അനുജനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭാവവ്യത്യാസമോ മാനസികമായി എന്തെങ്കിലും ഒരു കുറ്റബോധമോ ഈ ചെയ്തികൾ നടത്തിയതിൻ്റെ ഒരു ചാഞ്ചല്യമോ ഒന്നും തന്നെ ഈ പ്രതി പ്രകടിപ്പിച്ചില്ല എന്നതാണ്. നമ്മൾ ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത സാധാരണ ഒരാൾ പെരുമാറുന്നത് പോലെ ഈ കൊലപാതകങ്ങൾ നടത്തുന്നു, അതിന് പിന്നാലെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അനുജനെ തിരിച്ച് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കയറുന്ന വഴി തന്നെ നേരത്തെയൊക്കെ കരുതിയിരുന്നത് സ്നേഹം കൊണ്ട് ഇഷ്ടഭക്ഷണം അനുജന് വാങ്ങി നൽകി എന്നതാണ്. പക്ഷേ തന്ത്രപരമായി ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ബാഗും ഭക്ഷണവും തറയിൽ ചിതറിയ നിലയിലാണ്. അതായത് ബലപ്രയോഗത്തിലൂടെ കുട്ടിയെ അകത്തേക്ക് വലിച്ചു കയറ്റുകയും അതിനുശേഷം കുട്ടിയുടെ തലയിലും ഈ ചുറ്റിക കൊണ്ട് ആവർത്തിച്ചടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം തന്നെ വളരെ ബ്രൂട്ടലായിട്ടുള്ള മർഡറുകളാണ്. അത് തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം, അതാണ് അഫാൻ ഇവിടെ നടത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ അഫാനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അഫാൻ ഈ വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ. ഈ അഫാന്റെ ആരോഗ്യനില അറിയണം. അഫാനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ ഉണ്ടല്ലോ. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു, അതല്ല മദ്യലഹരിയിലാണ് അതിക്രമം കാണിച്ചതെന്ന് പറയുന്നു. പ്രതി തുടക്കത്തിൽ പോലീസ് നൽകിയ മൊഴി പ്രകാരം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ് വിനോദ്? ടോം, ഇതിൽ അടിസ്ഥാനമായിട്ടുള്ളത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. കാരണം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റ് തൊഴിലിനൊന്നും പോകുന്നില്ല, എന്നാൽ നയിക്കുന്നതാകട്ടെ ആഡംബര ജീവിതവും. മുന്തിയ ഇനം ബൈക്ക് വാങ്ങുന്നു, വസ്ത്രങ്ങൾ അങ്ങനെ ധരിക്കുന്നു, മൊബൈൽ ഫോൺ കൂടിയത് വാങ്ങുന്നു. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയുള്ള അഫാൻ്റെ പിതാവ് സൗദി അറേബ്യയിലാണ്. അവിടെ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 8 വർഷമായി നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ ഈ സ്പോൺസറുമായുള്ള തർക്കത്തെ തുടർന്ന് ട്രാവൽ ബാൻ നേരിടുന്നുണ്ട്. ഈ 8 വർഷമായി അവിടെ തുടരേണ്ടി വരുന്നത് തന്നെ ഈ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് അഫാൻ്റെ മാതാവിന് ഷമിക്ക് ക്യാൻസർ ബാധയാണ്, അതിനുള്ള ചികിത്സ നടക്കുന്നുണ്ട്. അങ്ങനെ ആ കുടുംബം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ജോലിക്കും പോകാതെ വളരെ ആഡംബരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറുപ്പക്കാരൻ ശ്രമിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 1 മാസമായി ഇയാൾ തുടർച്ചയായി മദ്യപിക്കുന്നു എന്നതാണ്. അതായത് കണ്ടിന്യൂസ് ആയി ഒരാൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനോനിലയ്ക്കുണ്ടാകുന്ന മാറ്റം, അത് സ്വാഭാവികമായി ഒരാൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന് ഇൻബോണായുള്ള ഏതെങ്കിലും തരത്തിലുള്ള മനോവൈകല്യമല്ല, മറിച്ച് തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള തരത്തിലേക്ക് അയാൾ മാറിപ്പോകുന്ന രീതി, അതാണോ സംഭവിച്ചതെന്നതാണ് ഇപ്പോൾ ബലമായി സംശയിക്കുന്നത്. ആ വഴിക്കുള്ള അന്വേഷണം എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അഫാൻ്റെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ആരൊക്കെയുമായി ബന്ധപ്പെട്ടിരുന്നു, സൗഹൃദത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഈ രാസലഹരികൾ, സിന്തറ്റിക് ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നോ, ഈ നിരന്തരമായി ആരെയെങ്കിലും വിളിച്ചിരുന്നോ, ഇയാളുടെ കൂട്ടുകാർ ആരൊക്കെയായിരുന്നു, ഇതൊക്കെ തന്നെ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ഇയാളുടെ സഞ്ചാരം എങ്ങനെയായിരുന്നു? കാരണം ഒരു 6 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തുക എന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. റിപ്പർ ചന്ദ്രൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ സീരിയസ് ആയി കൊല ചെയ്യുമെങ്കിലും ഈ ചെറിയ മണിക്കൂറിനുള്ളിൽ 5 പേരെ, അത് 3 ഇടങ്ങളിലായി 30 കിലോമീറ്ററിലധികം ബൈക്കിൽ സഞ്ചരിച്ച് വസ്ത്രത്തിൽ രക്തം പുരളുമ്പോൾ അത് മാറ്റി പുതിയ വസ്ത്രം ധരിച്ച് വളരെ സാധാരണക്കാരനെ പോലെ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയി ഓരോ സ്ഥലങ്ങളിലും കൊല നടത്തിയ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ 72 മണിക്കൂറാണ് നിരീക്ഷണത്തിനായി പറഞ്ഞിട്ടുള്ളത്. ആ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ഇതിനിടയിൽ
പോലീസ് മൊഴി രേഖപ്പെടുത്തും. അറസ്റ്റിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഏതായിരുന്നാലും ഒരു ചികിത്സയോട് അനുകൂലമായ അല്ലെങ്കിൽ ചികിത്സാ രീതികളോട് സഹകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യത, തൻ്റെ പിതാവിൻ്റെ കടം അത് ഒഴിവാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചില്ല എന്ന കാര്യം അഫാൻ പറയുന്നുണ്ട്. പക്ഷേ താൻ അങ്ങനെ ഒരു ബാധ്യതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മകനോട് പറഞ്ഞിരുന്നില്ല എന്നാണ് അഫാൻ്റെ പിതാവിൻ്റെ പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല, ഈ അഫാൻ ആക്രമിച്ച ആളുകളുടെ ഒരു ശാരീരിക സ്ഥിതി നോക്കിയാൽ അയാളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ്. ഒന്ന് അമ്മൂമ്മയാണ്, 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ റിട്ടയർഡായ ആളാണ്, അദ്ദേഹം സൈന്യത്തിലായി വിരമിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വയസ്സായ ആളാണ്. അവരുടെ 2 പെൺമക്കളുണ്ട്. അവരെ 2 പേരെ വിവാഹം ചെയ്തയച്ച് ഇവർ ഒറ്റയ്ക്ക് കഴിയുന്ന ദമ്പതികളാണ്. വീട്ടിലെത്തിയാൽ അമ്മ കാമുകി, ഇവർ 2 പേരും അഫാനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയുള്ള ആളുകളാണ്. 13 വയസ്സുള്ളൊരു കുട്ടി, ഇളയ സഹോദരനാണ്. അങ്ങനെ ഈ ആക്രമിച്ചതെല്ലാം തന്നെ അയാൾക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ മനോനില തെറ്റിയ ഒരാളെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം മാനസിക വിഭ്രാന്തിയോ മറ്റോ ഉള്ള ആളുകൾ അവരുടെ എതിരെ വരുന്ന ആളിൻ്റെ ശാരീരിക സ്ഥിതി നോക്കിയായിരിക്കില്ല ആക്രമിക്കുന്നത്. ഇവിടെ അഫാൻ ഒരു സാഡിസം കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾ ഈ ഇരകൾക്ക് മേൽ, തന്നെക്കാൾ ദുർബലരായ ആളുകൾക്ക് മേൽ തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അയാൾ ആ നിലയ്ക്ക് ചിന്തിച്ചിരിക്കുന്നു. ഭീരുവാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾ ലഹരിയുടെയോ അല്ലെങ്കിൽ മനോനിലയുടെയോ പ്രശ്നമല്ല. അയാളുടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെന്ന് അവർ കരുതിയ ആൾ തന്നെ അവരുടെ കൊലയാളിയായി മാറുന്ന ഒരു രീതി, ആ തരത്തിൽ ഇയാൾ സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്ര ഒരു കൂട്ടക്കുരുതി നടത്തിയത്? തൻ്റെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനിടെ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് അവർ സംസാരിച്ചുവെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിമം ഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ് തീരുമാനം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴിയായിരിക്കും. അതിനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു ദൃശ്യം, ഈ അഫാന്റെ കാമുകിയുടെ, കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ, കൊലപാതകത്തിന് മുൻപ് ഇവർ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. അത് അഫാനൊപ്പം വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയായിരുന്നോ ഈ പെൺകുട്ടിയും അവിടെ എത്തിയത്? ഏറ്റവും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രതി സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം, കൊലപാതകത്തിലേക്ക് നയിക്കാനിടയ കാരണം സാമ്പത്തിക ബാധ്യതയാണ് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ നിഷ്ഠൂരമായി ഈ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താൻ എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ പ്രതിയെ കൂടാതെ ഉത്തരം നൽകാൻ കഴിയുന്ന ഏക വ്യക്തി, ജീവനോടെ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ പ്രതിയുടെ 23-കാരന്റെ അമ്മ ഷെമിയാണ്. ഈ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും അവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായെന്നോ അവർക്ക് വേണ്ടപ്പെട്ട 5 പേർ ഭൂമിയിൽ ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ള കാര്യമോ എന്നും അവർക്കറിയത്തില്ല. മകനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് അവിടെ വെച്ച് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിലും പരാമർശിക്കുന്നത്. മകനെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ആശുപത്രിയിലെത്തി മെഡിക്കൽ റിപ്പോർട്ട്, ഈ ഷെമിയുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അതായത് ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നാളെ ഈ ആശുപത്രിയിലെത്തി ഷെമിയുടെ മൊഴി എടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അടുത്ത ദിവസം ഈ മൊഴിയെടുക്കുന്നതിലൂടെ പോലീസിനെ ലഭിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് അവർ ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്വേഷണവുമായി
പൂർണ്ണമായി സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ളത്. ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അതായത് ഈ സംഭവ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം 3:15 3 മണിക്ക് ശേഷമാണ് ഈ മഹാന്റെ കോള് വരുന്നത്. പുറത്തേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ്. അങ്ങനെ ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി പുത്തൂർ എന്ന സ്ഥലത്ത് നിന്ന് മുക്കുന്നൂർ എന്ന സ്ഥലത്തു കൂടി നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അങ്ങനെ പോകുന്നതിനിടയിൽ അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തന്നെയായിരിക്കും. അതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ച്, അതായത് ആളുകൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമൊക്കെ പിന്നിട്ട് വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി ഏതാണ്ട് 3:35 ശേഷമായിരിക്കാം ഈ തന്റെ സുഹൃത്തിനൊപ്പം, ആൺ സുഹൃത്തായ പ്രതിക്കൊപ്പം ഈ വീട്ടിലേക്ക് അയാൾ പറഞ്ഞതനുസരിച്ച് ഈ ഇരുചക്ര വാഹനത്തിൽ പോയിരിക്കുക എന്നതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും 4 മണിക്കും 4:20 ഇടയിലുള്ള സമയത്ത് ഈ അതിക്രൂരമായ നിലയിൽ ഈ പേരമലയിലെ വീടിന്റെ മുകൾ നിലയിൽ വെച്ച് തന്റെ സ്കൂൾ കാലം മുതലുള്ള പ്രണയിനിയായിരുന്ന ഈ ഫർസാന എന്ന 22-കാരിയെ അതിക്രൂരമായി പ്രതി കൊല ചെയ്യുകയായിരുന്നു. അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള പോലീസിന്റെ വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്, ഈ യുവാവിനൊപ്പം, അഫാനൊപ്പം പോകാൻ വേണ്ടിയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു വ്യക്തത വേണ്ടത്. വിനോദ്, ഈ ഒരു കേസ് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കൊന്നും ഈ അഫാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. കാര്യമായി ആരുമായി പുറത്തുള്ളവരുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ യുവതിക്ക്, ഈ കാമുകിക്ക് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയാമായിരുന്നോ? ഇവരുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നോ? അവരുടെയൊക്കെ മൊഴികളും ഈ കേസിൽ നിർണായകമല്ലേ? ടോം, പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അത് അഫാന്റെ പിതാവും കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിനും ഈ കാര്യം അറിവുള്ളതായിരുന്നു. പലരിൽ നിന്നായി പണം വാങ്ങുന്നു എന്ന കാര്യം ഇതിനകം തന്നെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രണയമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തിലാണ് ഇത് കണ്ടത്. അവർ വിവാഹിതരാകാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടിനെ അങ്ങനെ കണ്ടു എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിലെ സമയം പരിശോധിച്ചാൽ ടോം, നമ്മൾ വീണ്ടും പറയുന്നത് ഇയാളുടെ ഈ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ലായിരുന്നു എന്നതിൻ്റെ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും. ഓരോ കൊലപാതകങ്ങൾ നടത്തുകയും അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ പ്രതി. അതായത് ഈ 3:30 മണിക്ക് പെൺകുട്ടി വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതായത് 3 മണിക്കാണ് അതിന് തൊട്ട് മുൻപുള്ള ഒരു കൊലപാതകം നടത്തുന്നത്. അരമണിക്കൂർ സമയം കഴിഞ്ഞ് വീണ്ടും അടുത്ത ആളിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരുടെ വീട്ടിൽ ചെന്ന് ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി. ഏതാണ്ട് 20 തവണയിലധികം അബ്ദുൾ ലത്തീഫിൻ്റെ തലയിൽ അടിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു, നെഞ്ചിന് മുകളിൽ തലവരെ. ഇങ്ങനെയാണ് ഇത്രയും ഭാഗത്താണ് മർദ്ദനം മുഴുവൻ ഉണ്ടായത്. അത് നെറ്റിയിലുണ്ട്, കഴുത്തിലുണ്ട്, നെഞ്ചിലുണ്ട്, കഴുത്തിന് പിറകിലുണ്ട്. അതായത് പൂർണ്ണമായും അടിച്ച് ചതച്ച് കളയുക എന്ന തരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ തരത്തിലാണ്, നിലത്ത് കിടക്കുന്ന തരത്തിലായിരുന്നു. തല പൂർണ്ണമായും അടിച്ച് തകർത്ത നിലയിലായിരുന്നു. ഇങ്ങനെ 2 മൃതദേഹങ്ങൾ. അത് 3 മണിക്ക് ആ കൊലപാതകം നടക്കുന്നു. അതിനുശേഷം ബൈക്കിൽ അരമണിക്കൂർ കൊണ്ട് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് എത്തുന്നു. അവിടെയാണ് അഫ്സാനയെ വിളിച്ചു വരുത്തുന്നത്. ആ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല. പ്രതി വിളിക്കുന്നതിനനുസരിച്ച്, കാമുകനാണ് വിളിക്കുന്നതനുസരിച്ച് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടിയാണ്. അവിടെ നിന്ന് നേരെ ഇയാൾ വിളിച്ചതനുസരിച്ച് വരികയാണ്. അവിടെയും തീരുന്നില്ല ഇയാളുടെ ഈ കണക്ക് കൂട്ടലുകൾ. ഈ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച ശേഷം അവിടെ തടസ്സമായി വരാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ അഫാന്റെ സഹോദരനാണ്. അഫ്സാൻ അവിടെ എത്തിയാൽ ഈ കൊലപാതകം നടക്കില്ല ഒരുപക്ഷെ. കാരണം അവർ 2 പേരാകും ഒരു വശത്ത്. അതുകൊണ്ട് ആ കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോ തയ്യാറാക്കി ആ കുട്ടിയെ കുഴിമന്തി വാങ്ങാൻ മറ്റൊരു ഹോട്ടലിലേക്ക് വിടുകയാണ്. അത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് അനുജന് ഇഷ്ടഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ചേട്ടൻ്റെ ഒരു കരുതലും സ്നേഹവും വികാരപരമായ ഒരു നടപടിയുമായി ഒക്കെയാണ് ആദ്യം കണ്ടത്. പക്ഷെ അങ്ങനെയല്ല.
ഈ കൊലപാതകം നടക്കുമ്പോൾ ആ കുട്ടി ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, അത് തടസ്സമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ഈ കൊല നടത്തിയ ശേഷം ബൈക്കുമായി ഓട്ടോയ്ക്ക് പിറകിൽ പോവുകയും പിന്നാലെ ഈ ഹോട്ടലിൽ നിന്ന് കുട്ടിയെ ബൈക്കിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അവിടെയും ഈ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നതാണ്. വാതിൽ കടന്ന് പോകുന്ന ഭാഗത്ത് വെച്ച് തന്നെ പിടിവലി ഉണ്ടായി എന്ന് മനസ്സിലാകുന്നു. കാരണം ആ ഭക്ഷണവും ബാഗും നിലത്ത് വീണ അവസ്ഥയിലായിരുന്നു. വലിച്ചു കയറ്റി ഉടൻ തന്നെ ആ കുട്ടിയെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ആ തരത്തിലാണ് പ്രതിയുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായത്. ഇവിടെയാണ് ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ ഇനിയുള്ള നിർദ്ദേശം. അതനുസരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണവും മുന്നോട്ട് പോവുക കേട്ടോ. വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ ഇനി പോലീസിന്റെ നീക്കം ഈ അഫാന്റെ ഉമ്മയുടെ മൊഴിയെടുക്കുകയാണ്. അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.